അപ്പം നമ്മൾ ഇന്നുള്ളത് കാസർഗോഡ് സന്തോഷ് നഗറിലുള്ള കാർലാൻഡിലാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് എർട്ടിഗയാണ്. 2019 മോഡൽ, വെറും 50,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ഇത് പെട്രോൾ അല്ല, CNG ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് എർട്ടിഗയുടെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ വരുന്നൊരു വാഹനമാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് മുഴുവനായി പറയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുണ്ടെങ്കിലേ നമ്മളുള്ളൂ കേട്ടോ. അതുകൂടാതെ ഒരു ലൈക്കും ഒരു കമൻറ്റും നല്ല തെറിയാണെങ്കിലും അത് പറഞ്ഞോളൂ. അപ്പോൾ വൈകിപ്പിക്കാതെ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ വണ്ടി കണ്ടാൽ ഒരു യൂസ്ഡ് വാഹനമാണെന്ന് പറയാനേ തോന്നില്ല. അത്രയ്ക്കും നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. ഒരു പൊട്ടലോ പോറലോ പൊടിയോ ഒന്നുമില്ലാതെ നല്ല അടിപൊളി നീറ്റായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനം. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. ഫ്രണ്ടിലേക്ക് വന്നാൽ ഈ കാണുന്ന പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ് അത് ഹാലജനാണ്, LED അല്ല. സിംഗിൾ ബൾബിൻ്റെ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പാണത്. ബേസ് മോഡലിലും ഫുൾ ഓപ്ഷനിലും ഇത് സെയിം തന്നെയാണ്. ഇനി സൈഡ് മിറർ നോക്കിക്കഴിഞ്ഞാൽ ബോഡിയുടെ അതേ കളറാണ് മിററിനും. ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു മിററാണ് ഇതിനുള്ളത്. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡോർ ഹാൻഡിലൊക്കെ ക്രോം ഫിനിഷ് കൊടുത്ത് നല്ല സെറ്റപ്പാക്കി അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട് മാരുതി എന്ന് തന്നെ വേണം പറയാൻ. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് വന്നാൽ വലിയൊരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. മൂലം നിറഞ്ഞു നിൽക്കുന്ന ടെയിൽ ലാമ്പ് എന്ന് വേണം പറയാം. ഈ ടെയിൽ ലാമ്പിനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു ക്രോം ഫിനിഷും കൂടി ആകുമ്പോൾ ഒരു നല്ലൊരു എടുപ്പ് തോന്നുന്നുണ്ട് ബാക്ക് സൈഡ്. ടെയിൽ ലാമ്പിൻ്റെ താഴെ സൂപ്പർ ഹൈബ്രിഡ് എന്നൊരു ലേബലും കാണാം. ഇനി ഇതിൻ്റെ റിയർ ഗ്ലാസ്സിൽ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. വാഷർ വിത്ത് വൈപ്പറാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഈ വലത് സൈഡിൽ എർട്ടിഗയുടെ ഒരു ലോഗോയും കാണാം. ഇനി അടുത്ത് താഴെയായി റിവേഴ്സ് സെൻസറും ക്യാമറ എല്ലാം ഉൾപ്പെടുന്നതാണ്. ടാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പെട്രോൾ വാഹനമല്ല, CNG ചെയ്തതാണ്. ടയർ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അലോയ് വീലാണ്. ഇതിൻ്റെ വീൽ സൈസ് വരുന്നത് 15 ഇഞ്ച് അലോയ് വീലാണ്. ഡയമണ്ട് കട്ടൊന്നുമല്ല, നോർമൽ അലോയ് വീല്. ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ഡോർ തുറന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്നത് ഡാഷ്ബോർഡിൽ കാണുന്ന ഈ വുഡൻ ഫിനിഷാണ്. അത് കാണാൻ തന്നെ നല്ല മൊഞ്ചാണ്. അതേ വുഡൻ ഫിനിഷ് ഡോറിലും വരുന്നുണ്ട്. ഡോർ പാഡിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുള്ളത് കൊണ്ട് തന്നെ ഇൻറ്റീരിയർ കാണാൻ ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. ഇനി ഡാഷ്ബോർഡും കാര്യങ്ങൾക്ക് നല്ല വൃത്തിക്ക് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ഇനി ഇതിൻ്റെ AC കുറിച്ച് പറയുകയാണെങ്കിൽ AC വിൻഡൊക്കെ നല്ല വിഡ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ AC വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. AC കൺട്രോളിൻ്റെ താഴെയായി മൊബൈൽ ചാർജിങ് അഡാപ്റ്ററും കാണാം. പിന്നെ അതിന് താഴെയായി ഒരു കപ്പ് ഹോൾഡറും കൂടി ഉണ്ട്. കപ്പ് ഹോൾഡർ ഒന്നല്ല, 2 എണ്ണം ഉണ്ട്. ഇനി ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് പ്ലേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് സ്റ്റീരിയോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുന്നു. സീറ്റ് കമ്പനി സീറ്റില്ല, എക്സ്ട്രാ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ കാണുമ്പോൾ നല്ല ഒരു വൃത്തി എടുപ്പ് കാണുന്ന ഒരു പ്രീമിയം ലുക്ക് തന്നെ തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ബട്ടൺ സ്റ്റാർട്ടാണ് ഈ വാഹനത്തിന് വരുന്നത്, കീ അല്ല. റൈറ്റ് സൈഡ് വിൻഡോ ഡോറിലേക്ക് വരികയാണെങ്കിൽ വിൻഡോ കൺട്രോൾ വിത്ത് മിറർ കൺട്രോൾ സ്വിച്ചുകളെല്ലാം അവിടെ കാണാം. നേരത്തെ പറഞ്ഞ വുഡൻ ഫിനിഷ് സ്റ്റിയറിങ്ങിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിങ് ഡീകട്ട് സ്റ്റിയറിംഗ് ആണ്. മ്യൂസിക് കൺട്രോളും കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 4 പേർക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന നല്ല അതിവിശാലമായ ഒരു സീറ്റ്. അവിടേക്ക് വേണ്ട മൊബൈൽ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ACയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വൈഡായിട്ടുള്ള AC വിൻഡാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുത്ത് വിറച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സെറ്റപ്പിലാണ് അതും ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഒരു കമൻറ്റും തുടർന്നുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ടേ.